എല്ലാവരും ചോദിക്കുന്നത് എന്തായി, കഴിഞ്ഞു, നിർത്തിയോന്നൊക്കെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു പണി കിട്ടി. പണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പണി കിട്ടി. അത് കാരണം ഉണ്ടായിരുന്ന പ്ലാൻ ഫുള്ള് കൊളായി. പണി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നമുക്കൊരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബിസിനസ്സിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു ബ്രാൻഡ് ബിൽഡിങ്, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ പിന്നെയും ഈ ഒരു എന്താ പറയാ ക്ലോത്തിങ് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് എടുക്കാൻ കാരണം തന്നെ അതാണ്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഇതിലെന്തെങ്കിലും ചെയ്യാൻ തോന്നും. പക്ഷെ പണി കിട്ടിയത് ഇപ്പോഴാണ് മനസ്സിലായത്. ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ ഇട്ടില്ല പിന്നെ. കാരണം അതൊന്നും ഒരു ഇട്ടിട്ട് കാര്യമില്ല തോന്നി. ഞാനാണ് കുറെ വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കുന്നു. ഓൾറെഡി ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. പിന്നെ നമ്മള് ഇതിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സും പിന്നെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് പറഞ്ഞ കേസും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്ന്. അതായത് ഞാൻ അത്ര നാൾ ചെയ്ത ബിസിനസ് കൊണ്ട് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട് ഇതില് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതായത് ബാക്ക് ടു സീറോ. ഞാനിത് വീണ്ടും പഠിച്ചണം. അങ്ങനത്തെ രീതിയിൽ എത്തി നമ്മള്. പിന്നെ നമ്മൾ വിചാരിച്ച കാര്യം എങ്ങനെയും ചെയ്തെടുക്കണം എന്നുള്ള ഒരു വാശി പണ്ടുമുതലേ ഉള്ളതുകൊണ്ട് നമ്മള് വീണ്ടും ഫസ്റ്റ് തൊട്ട് തുടങ്ങി. വീണ്ടും ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അടുത്ത് ചോദിച്ച് കാര്യങ്ങൾ അറിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാതും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതിനെ പറ്റി റിസർച്ച് ചെയ്യണതാണെങ്കിലും മാനുഫാക്ചേഴ്സിനെ കോൺടാക്ട് ചെയ്യണതാണെങ്കിലും ഡിസൈനിങ് ചെയ്യണതാണെങ്കിലും കോൺസെപ്റ്റ് കൊണ്ടുവരണം ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ലാഗ് ഉണ്ടാവും. ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതും എല്ലാതും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിലൊരു ചെറിയൊരു ലാഗ് ഉണ്ടാവും. എന്നാലും ഇനി മുതൽ എന്തായാലും അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോസ് ഇടാൻ നോക്കും. കാരണം നമ്മളിപ്പോ ഓൾറെഡി ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ മനസ്സിലാക്കി പിന്നെ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ ബാക്ക് ഓൺ ട്രാക്ക്. അപ്പൊ എന്തായാലും ഈ പരിപാടി എന്തായാലും നിർത്താൻ പോകില്ല. നമ്മള് ചെയ്യാന്ന് വിചാരിച്ചാൽ എന്തായാലും ചെയ്യും. അതിനുള്ള വാശിയുണ്ട്, ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു പ്ലാൻ പൊളിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ. പക്ഷെ ആ പ്ലാൻ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പൊളിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്ലാൻ ഇടും, അത്ര ഉള്ളൂ. അപ്പൊ അങ്ങനെ അടുത്ത വീഡിയോ ആണോ?